നമസ്കാരം. ഇറാന്റെ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദിനെജാദ് കൊല്ലപ്പെട്ടെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ. ടെഹ്റാനിലെ നോർമക് ജില്ലയിലുള്ള അദ്ദേഹത്തിന്റെ വസതിക്ക് നേരെയുണ്ടായ ശക്തമായ വ്യോമാക്രമണത്തിലാണ് നെജാദ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തു. ഇക്കാര്യം ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇസ്രായേൽ സംയുക്ത സേനകൾ നടത്തിയ സൈനിക നീക്കത്തിലാണ് കൊല്ലപ്പെട്ടത്. അഹമ്മദിനെജാദിനൊപ്പം അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് നെജാദിന്റെ വസതിക്ക് നേരെയും ആക്രമണം ഉണ്ടായത്. നെജാദിന് പുറമെ 3 അംഗരക്ഷകരും കൊല്ലപ്പെട്ടു. കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നുവെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. തീവ്ര നിലപാടുകളിലൂടെ ലോകശ്രദ്ധ നേടിയ നേതാവായിരുന്നു അഹമ്മദിനെജാദ്. 2005 മുതൽ 2013 വരെ ഇറാൻ പ്രസിഡന്റായിരുന്ന അദ്ദേഹം ഇസ്രായേൽ വിരുദ്ധ പ്രസ്താവനകളിലൂടെയും ഇറാന്റെ ആണവ പദ്ധതികളിലൂടെയും ആഗോള രാഷ്ട്രീയത്തിൽ എന്നും വിവാദ നായകനായിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അട്ടിമറി ശ്രമം നടത്തിയെന്ന് ആരോപിച്ച് അഹമ്മദിനെജാദ് വീട്ടുതടങ്കലിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഒളിത്താവളം കൃത്യമായി മനസ്സിലാക്കിയാണ് ഇസ്രായേൽ പോർ വിമാനങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ വിരുദ്ധ നിലപാടുകളിലൂടെയും പടിഞ്ഞാറൻ രാജ്യങ്ങളോടുള്ള കടുത്ത സമീപനത്തിലൂടെയും അദ്ദേഹം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ വിവാദങ്ങൾക്കും അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കും വഴിതെളിച്ചിരുന്നു. ജൂതഹത്യ വെറും കെട്ടുകഥയാണെന്ന അദ്ദേഹത്തിന്റെ വാദവും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഇന്നലെ US-ഉം ഇസ്രായേലും നടത്തിയ സംയുക്ത ആക്രമണത്തിൽ ഇറാന് നഷ്ടമായത് പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് പുറമെ നിരവധി പ്രമുഖരെയായിരുന്നു. ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരും ഖമേനിയുടെ മകൾ, മരുമകൻ, ചെറുമകൻ എന്നിവരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും. ഖമേനിക്ക് പുറമെ കൊല്ലപ്പെട്ടവർ ഇവരാണ്: അലി ഷംഖാനി ആയത്തുള്ള അലി ഖമേനിയുടെ സുരക്ഷാ ഉപദേഷ്ടാവാണ്. ഇറാനിയൻ ആണവ പദ്ധതിയെക്കുറിച്ചും US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് 70-കാരനായ ഷംഖാനി മേൽനോട്ടം വഹിച്ചിരുന്നു. അതിന്റെ ഏറ്റവും അവസാന റൗണ്ട് വെള്ളിയാഴ്ച അവസാനിച്ചു. 2025 ജൂണിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലും ഷംഖാനിയെ ലക്ഷ്യം വെച്ചിരുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള 12 ദിവസത്തെ യുദ്ധത്തിനിടെ അദ്ദേഹം കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം രക്ഷപ്പെട്ടതായി സ്ഥിരീകരിച്ചു. അന്ന് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അടുത്തിടെയാണ് അദ്ദേഹം ഇറാന്റെ പ്രതിരോധ കൗൺസിലിന്റെ സെക്രട്ടറിയായി നിയമിതനായത്. ഇറാൻ ആംഡ് ഫോഴ്സ് ചീഫ് ഓഫ് സ്റ്റാഫായ ജനറൽ അബ്ദുൾ റഹീം മൗസാവിയാണ് മറ്റൊരാൾ. 2025 ജൂണിൽ ഇറാനെതിരായ ഇസ്രയേലി ആക്രമണങ്ങളിൽ തന്റെ മുൻഗാമിയായ മുഹമ്മദ് ബാഗേരി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മൗസാവി സ്ഥാനം ഏറ്റെടുത്തത്. 2017 മുതൽ 2025 വരെ ഇറാനിയൻ സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായും കമാൻഡർ ഇൻ ചീഫായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1979 സൈന്യത്തിൽ ചേർന്നു. പ്രതിരോധ മന്ത്രിയായ അസീസ് നസീർസാദെ 2001 സെപ്റ്റംബർ മുതൽ 2024 വരെ ഇറാനിയൻ സായുധ സേനയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫും 2018 ഓഗസ്റ്റ് മുതൽ 2021 സെപ്റ്റംബർ വരെ ഇറാനിയൻ വ്യോമസേനയുടെ കമാൻഡറുമായിരുന്നു. 2024 മുതൽ ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥനും ഇറാനിയൻ പ്രതിരോധ മന്ത്രിയുമാണ്. മുഹമ്മദ് പക്പൂർ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഇൻ ചീഫാണ് ഇയാൾ. ഇസ്രായേൽ ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾക്കും മേൽനോട്ടം വഹിച്ചതും പക്പൂർ ആണെന്ന് IDF ആരോപിച്ചു. IRGC ഗ്രൗണ്ട് ഫോഴ്സിന്റെ തലവനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 12 ദിവസത്തെ യുദ്ധത്തിൽ തന്റെ മുൻഗാമിയായ ഹൊസൈൻ സലാമി മരിച്ചതിനെ തുടർന്ന് 2025 ജൂൺ 13 അദ്ദേഹത്തെ IRGCയുടെ തലവനായി നിയമിക്കുന്നത്. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവിനെ വധിച്ചത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് യാർ ലാപിഡ് പ്രതികരിച്ചു. ഇറാന്റെ പരമോന്നത നേതാവിന്റെ മരണം ഇസ്രായേൽ സുരക്ഷിതമായിരിക്കുമെന്ന് ഉറപ്പാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലികൾ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാൻ ഇറാനിൽ ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടരുക തന്നെ ചെയ്യുമെന്നും ലാപിഡ് പറഞ്ഞു. ഖമേനിയുടെ മരണം 35 വർഷം വൈകിപ്പോയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.